5/4/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ നാമരൂപങ്ങളുടെ രോഗത്തിൽ നിന്നും സുരക്ഷിതമായിരിക്കണം. തലകീഴായ കണക്കുകൾ ഉണ്ടാക്കരുത്. ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കണം. ചോദ്യം: ഭാഗ്യശാലികളായ കുട്ടികൾ ഏത് മുഖ്യ പുരുഷാർത്ഥത്തിലൂടെ തൻ്റെ ഭാഗ്യം ഉണ്ടാക്കുന്നു? ഉത്തരം: ഭാഗ്യശാലികളായ കുട്ടികൾ എല്ലാവർക്കും സുഖം നൽകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. മനസ്സ വാച കർമ്മണ ആരെയും ദുഃഖിപ്പിക്കുന്നില്ല. ശീതളമായി നടക്കുന്നു. അപ്പോൾ ഭാഗ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ സ്റ്റുഡൻറ് ലൈഫാണ്. നിങ്ങൾ ഇപ്പോൾ ശ്വാസം മുട്ടരുത്. അപാര സന്തോഷത്തിലിരിക്കണം. ഗീതം: നീ തന്നെ മാതാവും പിതാവും. ഓം ശാന്തി. എല്ലാ കുട്ടികളും മുരളി കേൾക്കുന്നുണ്ട്. എവിടെയെല്ലാം മുരളി പോകുന്നുവോ എല്ലാവരും അറിയുന്നുണ്ട്. ആരുടെ മഹിമയാണോ പാടപ്പെട്ടിരിക്കുന്നത് അത് ഏതെങ്കിലും സാകാരത്തിൻ്റെ അല്ല, നിരാകാരൻ്റെ മഹിമയാണ്. നിരാകാരൻ സാകാരത്തിലൂടെ ഇപ്പോൾ സന്മുഖത മുരളി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആത്മാക്കൾ ആ ഒന്നിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ആത്മാവ് വളരെ സൂക്ഷ്മമാണ്. ഈ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയില്ല. നമ്മൾ ആത്മാവ് സൂക്ഷ്മമാണ് എന്ന് ഭക്തി മാർഗത്തിലും അറിയുന്നുണ്ട്. എന്നാൽ ആത്മാവ് എന്താണ് എന്നതിൻ്റെ മുഴുവൻ രഹസ്യവും ബുദ്ധിയിലില്ല. പരമാത്മാവിനെ ഓർമ്മിക്കുന്നു, പക്ഷേ ആ ഒന്ന് എന്താണ്? ഇത് ലോകം അറിയുന്നില്ല, നിങ്ങളും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈ നിശ്ചയമുണ്ട്. ഇത് ഏതെങ്കിലും ലൗകിക ടീച്ചറോ ബന്ധുവോ അല്ല. സൃഷ്ടിയിലെ മറ്റു മനുഷ്യരെ പോലെ തന്നെയായിരുന്നു ഈ ദാതായും. ത്വമേവ മാതാശ്ച പിതാ എന്ന് നിങ്ങൾ മഹിമ പാടിയിരുന്നപ്പോൾ മുകളിലാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അതേ ഞാൻ ഇദ്ദേഹത്തിലുണ്ട്. മുൻപ് വളരെ സ്നേഹത്തോടെ മഹിമ പാടിയിരുന്നു. ഭയവും ഉണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ ആ ഒന്ന് ഇവിടെ ഈ ശരീരത്തിൽ വന്നിരിക്കുന്നു. ആരാണോ നിരാകാരമായിരുന്നത് ആ ഒന്ന് ഇപ്പോൾ സാകാരത്തിൽ വന്നു കഴിഞ്ഞു. ആ ഒന്ന് കുട്ടികളെ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. ആ ഒന്ന് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ലോകം അറിയുന്നില്ല. ഗീതയുടെ ഭഗവാൻ കൃഷ്ണനാണ് എന്നവർ മനസ്സിലാക്കുന്നു. കൃഷ്ണൻ രാജയോഗം പഠിപ്പിക്കുന്നു എന്ന് അവർ പറയുന്നു. ശരി, പിന്നെ ബാബ എന്താണ് ചെയ്യുന്നത്? നീ മാതാവും പിതാവും എന്ന് പാടിയിരുന്നു. എന്നാൽ ആ ഒന്നിൽ നിന്നും എന്ത് എപ്പോൾ ലഭിക്കുന്നു എന്നതൊന്നും അറിയുന്നില്ല. ഗീത കേൾക്കുമായിരുന്നപ്പോൾ കൃഷ്ണനിലൂടെ രാജയോഗം പഠിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. പിന്നീട് കൃഷ്ണൻ വന്ന് എപ്പോൾ പഠിപ്പിക്കും? അതും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും. ഈ സമയം ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. അപ്പോൾ തീർച്ചയായും കൃഷ്ണന്റെ സമയമായിരിക്കും. തീർച്ചയായും അതേ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകണം. ദിനം പ്രതിദിനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. തീർച്ചയായും ഗീതയുടെ ഭഗവാൻ ഉണ്ടാകണം. തീർച്ചയായും മഹാഭാരത യുദ്ധവും കാണുവാൻ കഴിയും. ഈ ലോകത്തിൻ്റെ അന്ത്യവും തീർച്ചയായും ഉണ്ടാകും. പാണ്ഡവർ പർവ്വതത്തിലേക്ക് പോയി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിനാശം തീർച്ചയായും മുന്നിൽ നിൽക്കുന്നു എന്നത് അവരുടെ ബുദ്ധിയിൽ വന്നിട്ടുണ്ടാകും. ഇനി കൃഷ്ണൻ എവിടെയാണ്? അന്വേഷിച്ചു കൊണ്ടിരിക്കും. ഗീതയുടെ ഭഗവാൻ കൃഷ്ണനല്ല, ശിവനാണ് എന്ന് നിങ്ങളിൽ നിന്നും കേൾക്കുന്നത് വരെയും അന്വേഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ കാര്യം ഉറച്ചിട്ടുണ്ട്.
ഇത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കുവാനാകില്ല. ആർക്കും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ കഴിയും, ഗീതയുടെ ഭഗവാൻ കൃഷ്ണനല്ല, ശിവനാണ്. കുട്ടികളായ നിങ്ങളല്ലാതെ ലോകത്തിൽ മറ്റാരും ഇത് പറയുകയില്ല. ഗീതയുടെ ഭഗവാൻ രാജയോഗം പഠിപ്പിച്ചിരുന്നു എങ്കിൽ തീർച്ചയായും ഇതിലൂടെ സിദ്ധമാകുന്നത് നരനിൽ നിന്നും നാരായണനാക്കിയിരുന്നു എന്നാണ്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു, തീർച്ചയായും നരനിൽ നിന്നും നാരായണനാക്കുന്നു. ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യം സ്വർഗത്തിലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ സ്വർഗവുമില്ല, നാരായണനുമില്ല, ദേവതമാരുമില്ല. ചിത്രങ്ങളുണ്ട്. ഇതിലൂടെ മനസ്സിലാക്കുന്നത് അവർ ഉണ്ടായിരുന്നു, പിന്നെ കടന്നുപോയി എന്നാണ്. ഇവർ ഉണ്ടായിരുന്നിട്ട് എത്ര വർഷങ്ങളായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് നന്നായി അറിയാം, എന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ രാജ്യമായിരുന്നു. ഇപ്പോൾ അന്തിമമാണ്. യുദ്ധവും മുന്നിൽ നിൽക്കുന്നു. ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അറിയുന്നുണ്ട്. എല്ലാ സെൻറ്റേഴ്സിലും പഠിക്കുന്നുമുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. പഠിപ്പിക്കുന്നതിൻ്റെ യുക്തി വളരെ നല്ലതാണ്. ചിത്രങ്ങളിലൂടെ നല്ല വിശദീകരണം ലഭിക്കും. മുഖ്യമായ കാര്യമാണ്, ഗീതയുടെ ഭഗവാൻ ശിവനാണോ അതോ കൃഷ്ണനാണോ? വ്യത്യാസം വളരെ ഉണ്ടല്ലോ. സദ്ഗതി ദാതാവ്, സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നവൻ അഥവാ ആദി സനാതന ദേവി ദേവതാ ധർമ്മം വീണ്ടും സ്ഥാപിക്കുന്നവൻ ശിവനാണോ അതോ ശ്രീകൃഷ്ണനാണോ? മുഖ്യമായത് 3 കാര്യങ്ങളുടെ നിർണയമാണ്. ഇതിനെയാണ് ബാബ ഊന്നൽ നൽകുന്നത്. ഇത് വളരെ നല്ലതാണ് എന്ന് അഭിപ്രായം എഴുതി തരും. പക്ഷേ ഇതിലൂടെ യാതൊരു നേട്ടവുമില്ല. നിങ്ങളുടെ മുഖ്യ കാര്യം എന്താണോ അതിന് ഊന്നൽ കൊടുക്കണം. നിങ്ങളുടെ ജയവും ഇതിലാണ്. ഭഗവാൻ ഒന്നാണ് എന്നത് തെളിയിച്ചു പറഞ്ഞു കൊടുക്കുന്നു. ഗീത കേൾപ്പിക്കുന്നവരും ഭഗവാനായി എന്നല്ല, ഭഗവാനാണ് ഈ രാജയോഗത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും ദേവി ദേവതാ ധർമ്മം സ്ഥാപിച്ചത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളുടെ മേൽ മായയുടെ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വരെയും കർമാതീത അവസ്ഥ ആരും തന്നെ പ്രാപ്തമാക്കിയിട്ടില്ല. പുരുഷാർത്ഥം ചെയ്ത് അന്തിമത്തിൽ നിങ്ങൾ ഒരു ബാബയുടെ ഓർമ്മയിൽ സദാ ഹർഷിതമായിരിക്കും. വാടിയ അവസ്ഥ വരികയില്ല. ഇപ്പോഴാണെങ്കിൽ തലയ്ക്കുമേൽ പാപങ്ങളുടെ ഭാരം വളരെയധികമുണ്ട്. അത് ഓർമ്മയിലൂടെയാണ് ഇറങ്ങുന്നത്. ബാബ പുരുഷാർത്ഥത്തിനുള്ള യുക്തികൾ പറഞ്ഞു തരികയാണ്. ഓർമ്മയിലൂടെയാണ് പാപം മുറിയുന്നത്. വളരെ പേർ വിഡ്ഢികളാണ്. ഓർമ്മയിലിരിക്കാത്തത് കാരണം നാമരൂപത്തിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നു. ഹർഷിതമുഖരായി ആർക്കെങ്കിലും ജ്ഞാനം മനസ്സിലാക്കിച്ചു കൊടുക്കുക, അതും പ്രയാസമാണ്. ഇന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുത്തു, നാളെ പിന്നെ ശ്വാസമുട്ട് ഉണ്ടാകുന്നതിലൂടെ സന്തോഷം മാഞ്ഞു പോകുന്നു. മനസ്സിലാക്കണം, ഇത് മായയുടെ യുദ്ധമുണ്ടാകുന്നതാണ്. അതിനാൽ പുരുഷാർത്ഥം ചെയ്ത് ബാബയെ ഓർമ്മിക്കണം. കരഞ്ഞ് നിലവിളിക്കുകയോ വ്യാകുലപ്പെടുകയോ ചെയ്യരുത്. മായ ചെരുപ്പ് കൊണ്ട് അടിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. അതിനാൽ പുരുഷാർത്ഥം ചെയ്ത് ബാബയെ ഓർമ്മിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. മുഖത്ത് നിന്നും ഉടനടി വാണി പുറത്തു വരും. പതീത പാവനായ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. രചയിതാവായ ബാബയുടെ പരിചയമുള്ള ഒരു മനുഷ്യൻ പോലുമില്ല. മനുഷ്യനായിട്ട് അച്ഛനെ അറിയാതിരിക്കുകയാണെങ്കിൽ മൃഗങ്ങളെക്കാൾ മോശമായി. ഗീതയിൽ കൃഷ്ണൻ്റെ പേര് വച്ചിരിക്കുകയാണ്. അപ്പോൾ ബാബയെ എങ്ങനെ ഓർമ്മിക്കാൻ കഴിയും?
ഇത് വലിയ തെറ്റാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഗീതയുടെ ഭഗവാൻ ശിവ് ബാബയാണ്. ബാബയാണ് സമ്പത്ത് നൽകുന്നത്. മുക്തി, ജീവൻ മുക്തി ദാതാവും ആ ഒന്നാണ്. മറ്റു ധർമ്മങ്ങളിലുള്ളവരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. അവരാണെങ്കിൽ കണക്കുകൾ സമാപ്തമാക്കി തിരിച്ചു പോകും. അവസാനം ഒരൽപ്പം പരിചയം ലഭിച്ചുവെങ്കിൽ പോലും തങ്ങളുടെ ധർമ്മത്തിലേക്ക് പോകും. നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ദേവതയായിരുന്നു. ഇപ്പോൾ വീണ്ടും ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ ദേവതയായി മാറും. വികർമ്മം വിനാശമാകും. എന്നിട്ടും തലതിരിഞ്ഞ തൊഴിൽ ചെയ്യുന്നു. ബാബയ്ക്ക് എഴുതുന്നു, ഇന്ന് നമ്മുടെ അവസ്ഥ വാടിപ്പോയി. ബാബയെ ഓർമ്മിച്ചില്ല. ഓർമ്മിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും വാടിപ്പോകും. ഇത് ജഡങ്ങളുടെ ലോകമാണ്. എല്ലാവരും മരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ബാബയുടേതായിരിക്കുകയാണ്. ബാബയുടെ ആജ്ഞയാണ്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഈ ശരീരം പഴയതും തമോ പ്രധാനവുമാണ്. അന്തിമം വരെയും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ബാബയുടെ ഓർമ്മയിലിരുന്ന് കർമാതീത അവസ്ഥ നേടുന്നതുവരെയും മായ കുലുക്കിക്കൊണ്ടിരിക്കും. ആരെയും വിടുകയില്ല. മായ എങ്ങനെ ഉന്തിത്തള്ളുന്നു എന്നത് പരിശോധിക്കണം. ഭഗവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നത് എന്തുകൊണ്ട് മറക്കണം? ആത്മാവ് പറയുന്നു, നമുക്ക് പ്രാണനേക്കാൾ പ്രിയം ആ ബാബ തന്നെയാണ്. ഇങ്ങനെയുള്ള ബാബയെ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് മറക്കുന്നു? ബാബ ധനം നൽകുന്നു ദാനം ചെയ്യുന്നതിന് വേണ്ടി. പ്രദർശിനി മേളകളിൽ നിങ്ങൾക്ക് വളരെ പേർക്ക് ദാനം ചെയ്യുവാൻ സാധിക്കും. സ്വയമേ താല്പര്യത്തോടുകൂടി ഓടിപ്പോകണം. ഇപ്പോഴാണെങ്കിൽ ബാബയ്ക്ക് ഉത്സാഹം വരുത്തേണ്ടി വരുന്നു, പോയി മനസ്സിലാക്കിച്ചു കൊടുക്കൂ എന്ന്. അതിനും നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ദേഹാഭിമാനിയുടെ അമ്പ് തറയ്ക്കുകയില്ല. വാളുകളും അനേകം പ്രകാരത്തിൽ ഉണ്ടായിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ യോഗത്തിൻ്റെ വാൾ വളരെ മൂർച്ചയുള്ളതായിരിക്കണം. സേവനത്തിൻ്റെ ഉത്സാഹം വേണം. വളരെ പേർക്ക് പോയി മംഗളം ചെയ്യട്ടെ എന്ന്. അന്തിമത്തിൽ ബാബയെ അല്ലാതെ മറ്റാരുടെയും ഓർമ്മ വരാതിരിക്കും വിധത്തിൽ ബാബയെ ഓർമ്മിക്കാനുള്ള പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ രാജപദവി നേടുന്നത്. അന്തിമകാലത്തിൽ അൽഫിനെയും സ്മരിക്കണം, അതായത് ബാബയെയും സ്മരിക്കണം, നാരായണനെയും സ്മരിക്കണം. ബാബയെയും നാരായണനെയും അഥവാ സമ്പത്തിനെ തന്നെ ഓർമ്മിക്കണം. പക്ഷേ മായ നിസ്സാരമല്ല. അപക്വമായവർ ഒറ്റയടിക്ക് വീണു പോകുന്നു. തലകീഴായ കർമ്മങ്ങളുടെ കണക്കുണ്ടാകുന്നത് ആരുടെയെങ്കിലും നാമരൂപത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോഴാണ്. പരസ്പരം പ്രൈവറ്റായി കത്തുകൾ എഴുതുന്നു. ദേഹധാരികളോട് പ്രീതി ഉണ്ടാകുന്നുവെങ്കിൽ തലകീഴായ കർമ്മങ്ങളുടെ കണക്കുണ്ടാകുന്നു. ബാബയുടെ അടുക്കൽ സമാചാരം വരുന്നു. തലകീഴായ പ്രവൃത്തി ചെയ്തതിനു ശേഷം പറയുന്നു, ബാബ സംഭവിച്ചു പോയി. തലകീഴായ കണക്കുണ്ടായല്ലോ. ഈ ശരീരം മലിനമാണ്, അതിനെ നിങ്ങൾ എന്തിനു ഓർമ്മിക്കുന്നു? ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സദാ സന്തോഷമുണ്ടായിരിക്കും. ഇന്ന് സന്തോഷത്തിലാണ്, നാളെ പിന്നെ ജഡമാകുന്നു. ജന്മജന്മാന്തരമായി നാമരൂപത്തിൽ കുടുങ്ങി വരുന്നുവല്ലോ. സ്വർഗത്തിൽ നാമരൂപങ്ങളുടെ ഈ രോഗം ഉണ്ടായിരിക്കുന്നില്ല. അവിടെയാണെങ്കിൽ മോഹജീത് കുടുംബമായിരിക്കും. നമ്മൾ ആത്മാക്കളാണ്, ശരീരമല്ല എന്ന് അറിയുന്നു. അത് ആത്മാഭിമാനി ലോകമാണ്. ഇവിടെയുള്ളത് ദേഹാഭിമാനി ലോകമാണ്. പിന്നെ പകുതി കൽപ്പം നിങ്ങൾ ദേഹി അഭിമാനിയായി മാറുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ദേഹാഭിമാനം ഉപേക്ഷിക്കൂ. ദേഹി അഭിമാനി ആകുന്നതിലൂടെ വളരെ മധുരവും ശീതളവുമാകും.
ബാബയുടെ ഓർമ്മ മറക്കാതിരിക്കാൻ പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന വളരെ കുറച്ചുപേരേ ഉള്ളൂ. ബാബ ആജ്ഞാപിക്കുകയാണ്, എന്നെ ഓർമ്മിക്കൂ, ചാർട്ട് വയ്ക്കൂ. എന്നാൽ മായ ചാർട്ട് പോലും വയ്ക്കുവാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനെയുള്ള മധുരമായ ബാബയെ എത്ര ഓർമ്മിക്കേണ്ടതാണ്. ഈ ഒന്ന് പതികളുടെയും പതി, പിതാക്കന്മാരുടെയും പിതാവാണല്ലോ. ബാബയെ ഓർമ്മിച്ച് പിന്നെ മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ഇതിൽ വളരെ നല്ല താല്പര്യം വയ്ക്കണം. സർവീസബിൾ ആയ കുട്ടികളെ ബാബ തൊഴിലിൽ നിന്നും വിടുവിക്കുന്നു. സാഹചര്യങ്ങൾ നോക്കി പറയും, ഇനി ഈ തൊഴിലിൽ മുഴുകൂ. എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുകയാണ്. ഭക്തി മാർഗത്തിലും ചിത്രങ്ങളുടെ മുന്നിൽ ഓർമ്മയിൽ ഇരിക്കുന്നുവല്ലോ. നിങ്ങൾക്കാകട്ടെ കേവലം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പരമാത്മാവായ ബാബയെ ഓർമ്മിക്കണം. വിചിത്രമായ ബാബയെ ഓർമ്മിക്കണം. ഈ പ്രയത്നമുണ്ട്. വിശ്വത്തിൻ്റെ അധികാരിയാകുന്നത് ചിറ്റമ്മയുടെ വീടല്ല, അതായത് നിസ്സാര കാര്യമല്ല. ബാബു പറയുന്നു, ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നില്ല, നിങ്ങളെ ആക്കി മാറ്റുന്നു. എത്ര തലയിട്ടടിക്കേണ്ടി വരുന്നു, അതായത് പ്രയത്നിക്കേണ്ടി വരുന്നു. അവധിയെടുത്തും സേവനത്തിൽ മുഴുകണം എന്ന് സൽപുത്രരായ കുട്ടികൾക്ക് സ്വയമേ ചിന്തയുണ്ടായിരിക്കും. പല കുട്ടികൾക്കും ബന്ധനവുമുണ്ട്, മോഹവും ഉണ്ടായിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങളുടെ എല്ലാ രോഗങ്ങളും പുറത്തു വരും. നിങ്ങൾ ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. മായ നിങ്ങളെ മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. ഓർമ്മയാണ് മുഖ്യമായത്. രചയിതാവിൻ്റെയും രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെയും ജ്ഞാനം ലഭിച്ചു. ഇനി എന്ത് വേണം? ഭാഗ്യശാലികളായ കുട്ടികൾ എല്ലാവർക്കും സുഖം നൽകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകുന്നില്ല, ശീതളമായി നടക്കുന്നു. അപ്പോൾ ഭാഗ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇവരുടെ ഭാഗ്യത്തിലില്ല എന്ന് മനസ്സിലാക്കുന്നു. ആരുടെ ഭാഗ്യത്തിലുണ്ടോ അവർ നല്ല രീതിയിൽ കേൾക്കുന്നു. അനുഭവവും കേൾപ്പിക്കുന്നുവല്ലോ എന്തെല്ലാമാണ് ചെയ്തിരുന്നത് എന്ന്. ഇപ്പോൾ മനസ്സിലായി, എന്തെല്ലാം ചെയ്തുവോ അതിലൂടെ ദുർഗതിയാണ് ഉണ്ടായത്. ബാബയെ ഓർമ്മിക്കുമ്പോഴാണ് സദ്ഗതി നേടുന്നത്. വളരെ പ്രയാസപ്പെട്ട് 1 മണിക്കൂറോ അരമണിക്കൂറോ ഓർമ്മിക്കുന്നുണ്ടാകും. ഇല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കും. ബാബ പറയുന്നു, പകുതി കൽപ്പം ശ്വാസം മുട്ടി, ഇപ്പോൾ ബാബയെ ലഭിച്ചിരിക്കുകയാണ്. സ്റ്റുഡൻറ് ലൈഫാണ്, അതിനാൽ സന്തോഷമുണ്ടായിരിക്കണം. എന്നാൽ ബാബയെ കൂടെ മറന്നു പോകുന്നു. ബാബ പറയുന്നു, നിങ്ങൾ കർമ്മയോഗിയാണ്. ഈ തൊഴിലും മറ്റും ചെയ്യേണ്ടതുണ്ട്. ഉറക്കം കുറയ്ക്കുന്നതും നല്ലതാണ്. ഓർമ്മയിലൂടെ സമ്പാദ്യമുണ്ടാകും, സന്തോഷവും നിലനിൽക്കും. ഓർമ്മയിലിരിക്കേണ്ടത് ആവശ്യമാണ്. പകൽ ഒഴിവ് സമയം ലഭിക്കുന്നില്ല, അതിനാൽ രാത്രി സമയം കണ്ടെത്തണം. ഓർമ്മയിലൂടെ വളരെയധികം സന്തോഷം നിലനിൽക്കും. ചിലർക്ക് ബന്ധനമാണ്. അപ്പോൾ പറയുന്നു, നമുക്ക് ബാബയിൽ നിന്നും സമ്പത്തെടുക്കണം. ഇതിൽ നിന്നും ആർക്കും തടയുവാൻ കഴിയില്ല. ഗവൺമെൻറ്റിനും മനസ്സിലാക്കിച്ചു കൊടുക്കൂ, വിനാശം മുന്നിൽ നിൽക്കുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഒപ്പം ഈ അന്തിമ ജന്മം പവിത്രമായിരിക്കണം. അതിനാൽ നമ്മൾ പവിത്രമാകുന്നു. എന്നാൽ ആർക്കാണോ ജ്ഞാനത്തിൻ്റെ ലഹരിയുള്ളത് അവരാണ് പറയുന്നത്. ഇവിടെ വന്ന ശേഷം ദേഹധാരിയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുക പാടില്ല. ദേഹാഭിമാനത്തിൽ വന്ന് അടിയും വഴക്കം കൂടുന്നതും ക്രോധത്തിൻ്റെ ഭൂതമാകുന്നത് പോലെയാണ്. ബാബ ക്രോധിക്കുന്നവരുടെ നേർക്ക് ഒരിക്കലും നോക്കുക പോലും ചെയ്യില്ല.
സേവനം ചെയ്യുന്നവരോടാണ് സ്നേഹമുണ്ടാകുന്നത്. ദേഹാഭിമാനത്തിൻ്റെ പെരുമാറ്റം കാണപ്പെടും. എപ്പോൾ ബാബയെ ഓർമ്മിക്കുന്നു അപ്പോഴാണ് പുഷ്പമായി മാറുന്നത്. മുഖ്യമായ കാര്യം ഇതാണ്. പരസ്പരം കാണുമ്പോഴും ബാബയെ ഓർമ്മിക്കണം. സേവനത്തിൽ എല്ലുകളും കൊടുക്കണം. ബ്രാഹ്മണരും പരസ്പരം പാലും പഞ്ചസാരയും പോലെയാകണം. ഉപ്പുവെള്ളമാകാൻ പാടില്ല. വിവേകമില്ലാത്തത് കാരണം അന്യോന്യം വെറുപ്പും ബാബയോട് പോലും വെറുപ്പ് കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ളവർ എന്തു പദവി നേടുവാനാണ്? നിങ്ങൾക്ക് സാക്ഷാത്കാരമുണ്ടാകും. പിന്നെ ആ സമയം സ്മൃതി വരും, നമ്മൾ ഈ അശ്രദ്ധ കാണിച്ചു എന്ന്. ബാബ പിന്നെ പറയുന്നു, ഭാഗ്യത്തിലില്ലെങ്കിൽ എന്തു ചെയ്യുവാൻ കഴിയും? ശരി, മധുരമായ സിക്കിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ബന്ധനരഹിതമാകുന്നതിന് വേണ്ടി ജ്ഞാനത്തിൻ്റെ ലഹരി ഉണ്ടാകണം. ദേഹാഭിമാനത്തിൻ്റെ പെരുമാറ്റം ഉണ്ടാകരുത്. പരസ്പരം ഉപ്പുവെള്ളമാകുന്നതിൻ്റെ സംസ്കാരം ഉണ്ടാകരുത്. ദേഹധാരികളോടാണ് സ്നേഹം എങ്കിൽ ബന്ധനമുക്തമാകാൻ സാധിക്കില്ല. കർമ്മയോഗിയായിരിക്കണം. ഓർമ്മയിൽ തീർച്ചയായും ഇരിക്കണം. ആത്മാഭിമാനിയായി വളരെ മധുരവും ശീതളവും ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. സേവനത്തിൽ എല്ലുകളും നൽകണം. വരദാനം: ശ്രീമത്തിൻ്റെ കൂടെ മന്മത്തിൻ്റെയും ജനമതത്തിൻ്റെയും കൂട്ടിക്കലർപ്പ് സമാപ്തമാക്കുന്ന സത്യമായ സ്വമംഗളകാരിയായി ഭവിക്കട്ടെ. ബാബ കുട്ടികൾക്ക് എല്ലാ ഖജനാവുകളും സ്വമംഗളത്തിനും വിശ്വമംഗളത്തിനും വേണ്ടി നൽകിയിട്ടുണ്ട്. എന്നാൽ അവയെ വ്യർത്ഥത്തിൻ്റെ ഭാഗത്ത് വിനിയോഗിക്കുന്നത്, അമംഗളത്തിൻ്റെ കാര്യത്തിൽ വിനിയോഗിക്കുന്നത്. ശ്രീമത്തിൽ മന്മത്തും ജനമതവും കൂട്ടിക്കലർത്തുന്നത്, ഇത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിൽ വിശ്വാസവഞ്ചന കാണിക്കലാണ്. ഇപ്പോൾ ഈ വിശ്വാസവഞ്ചനയും കൂട്ടിക്കലർപ്പും സമാപ്തമാക്കി ആത്മീയതയും ദയയും ധാരണ ചെയ്യൂ. തൻ്റെ മേലും സർവരുടെ മേലും ദയ കാണിച്ച് സ്വമംഗളകാരിയാകൂ. സ്വയം തന്നെ നോക്കൂ, ബാബയെ നോക്കൂ, മറ്റുള്ളവരെ നോക്കാതിരിക്കൂ. സ്ലോഗൻ: ആരാണോ എവിടെയും ആകർഷിതരാകാത്തത് അവർക്ക് തന്നെയാണ് സദാ ഹർഷിതമായിരിക്കുവാൻ സാധിക്കുന്നത്. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയി ആകൂ. ബാബയും ഞാനും കമ്പൈൻഡ് ആണ്. ചെയ്യിക്കുന്നവൻ ബാബ, ചെയ്യുന്നതിന് നിമിത്തം ഞാൻ ആത്മാവാണ്. ഇതിനെയാണ് ചിന്താരഹിതം എന്ന് പറയുന്നത്, അതായത് ഒന്നിൻ്റെ ഓർമ്മ. ശുഭചിന്തനത്തിൽ ഇരിക്കുന്നവർക്ക് ഒരിക്കലും ചിന്ത ഉണ്ടാകുന്നില്ല. ഏതുപോലെ ബാബയും താങ്കളും കമ്പൈൻഡാണോ, ശരീരവും ആത്മാവും കമ്പൈൻഡാണോ, താങ്കളുടെ ഭാവിയിലെ വിഷ്ണു സ്വരൂപം കമ്പൈൻഡാണോ, ഇതേപോലെ സ്വസേവനവും സർവരുടെ സേവനവും കമ്പൈൻഡ് ആയിരിക്കട്ടെ. അപ്പോൾ പ്രയത്നം കുറവായിരിക്കും, സഫലത കൂടുതൽ ലഭിക്കും. ഓം ശാന്തി. സങ്കൽപ്പങ്ങളുടെ സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും
ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധി ബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ, നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം, നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള വിശേഷ വരദാനമായി മാറുന്നു. ഈ സമ്പന്നമായ അലൗകിക സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് ബുദ്ധിബലത്താൽ മടങ്ങി വരുന്നു.